പെരുമ്പാവൂരിൽ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാനൊരുങ്ങി MLA എൽദോസ് കുന്നപ്പള്ളിൽ ഒരു വർഷക്കാലത്തിലേറെയായി പ്രചാരണം നടത്തുന്ന തനിക്ക് എന്താണ് അയോഗ്യത എന്നാണ് എൽദോസ് ചോദിക്കുന്നത്. 11-ൽ 7 മണ്ഡലം കമ്മിറ്റികൾ തനിക്കൊപ്പമെന്ന് അവകാശപ്പെടുന്നു എൽദോസ് കുന്നപ്പള്ളി. ഡൽഹിയിൽ നിന്ന് എൽദോസ് കുന്നപ്പള്ളി കൊച്ചിയിലേക്ക് തിരിച്ചപ്പോൾ പൂർണ്ണ സന്തോഷവാനായിട്ടാണ് കൊച്ചിയിലെത്തിയത്. സീറ്റ് തനിക്ക് ഉറപ്പായിട്ടും ലഭിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പങ്കുവച്ചത്. എന്നാൽ അവസാന നിമിഷമാണ് സീറ്റ് നിഷേധിക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്വതന്ത്രനായി മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ ഒരുങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 7 പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഉണ്ട്. അതുകൂടാതെ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണും ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. അങ്ങനെ 11 മണ്ഡലം കമ്മിറ്റികളാണ് ഈ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലുള്ളത്. അതിൽ 7 മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ഉൾപ്പെടെ AICCക്ക് കത്ത് നൽകിയതാണ്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയാണ് ജയിക്കുക, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി അദ്ദേഹമാണ് എന്ന്. അദ്ദേഹത്തിന് മത്സരിച്ചാൽ ഇവിടെ ജയിക്കാനുണ്ടായ ഒരു വലിയ അനുകൂല സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഇവിടുത്തെ ഞങ്ങളുടെ മാത്രം ഒരു റിപ്പോർട്ടല്ല, സംസ്ഥാന ഇൻ്റലിജൻസ് റിപ്പോർട്ടും കേന്ദ്ര ഗവൺമെൻറ് റിപ്പോർട്ടും അതുപോലെ തന്നെ മാതൃഭൂമി നടത്തിയ സർവേയും ഞങ്ങൾക്കറിയാൻ സാധിക്കുന്നു. കനകോല് നടത്തിയ സർവേ അടക്കം അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. 60% അദ്ദേഹത്തിന് പിന്തുണ ഉണ്ട് എന്നുള്ളതാണ് മുഴുവൻ റിപ്പോർട്ടുകളും വന്നിട്ട്. പ്രതികൂലമായ ഒരു റിപ്പോർട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല. എന്നാൽ അതെല്ലാം വെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ മനോജ് മുത്തേടൻ്റെയും ഉല്ലാസ് തോമസിൻ്റെയും പേരുകളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത് എന്നത് അറിഞ്ഞുകൂടിയാണ് നിലവിൽ ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ ക്യാമ്പ് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും മത്സരിക്കാൻ ഉറപ്പിച്ച് തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളി ഉള്ളത്. അച്ചടക്കമുള്ള അനുസരണയുള്ള പാർട്ടി പ്രവർത്തനമാണ് എന്ന് പറയുമ്പോൾ പോലും ഈ പെരുമ്പാവൂരിൽ താനല്ലാതെ മറ്റൊരാൾ വിജയിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് സുനിശ്ചിതമായി പറയാനും കഴിയുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം എനിക്ക് ലഭ്യമാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എനിക്ക് പെരുമ്പാവൂർ ജയിക്കാൻ പറ്റും, പാർട്ടി എന്നെ പരിഗണിക്കും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പെരുമ്പാവൂരിലെ ആളുകളുടെ ഹൃദയത്തിൽ എനിക്ക് ഇടമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ അവർക്കും ഒരു ഇടമുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയിൽ എൻ്റെ പേരുണ്ടാകണമെന്നാണ് പെരുമ്പാവൂരിലെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താണെന്നുള്ള അന്തരം പറയാം. കഴിഞ്ഞ 1 വർഷമായി തുടങ്ങിയ വർക്കാണ്. ഏകദേശം 10,000-ലധികം വീടുകൾ അദ്ദേഹം ഇത്തരത്തിൽ കയറിയിട്ടുണ്ട് എന്ന കാര്യം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പങ്കുവയ്ക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് നിലവിൽ എതിരെയുള്ള കേസാണ്. എന്നാൽ അത്തരത്തിൽ കേസുകളുള്ള ആളുകൾക്ക് പാർട്ടി മത്സരിക്കാൻ ടിക്കറ്റ് നൽകുന്നില്ലേ, പിന്നെ എന്തുകൊണ്ട് തന്നെ പരിഗണിക്കുന്നില്ല എന്ന ചോദ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ ഇടഞ്ഞു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സീറ്റ് കിട്ടിയില്ല എങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.